ഹേ ഓൾ വെൽക്കം ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഹാർട്ടാണ്. സോ ഹാർട്ട് വെച്ചാൽ വെറുതെ കുറെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു സാധനമൊന്നും അല്ല. ബേസിക് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹാർട്ട് എന്ന് വെച്ചാൽ ഒരു മസ്കുലർ ഓർഗൻ ആണ്, കോൺഷേപ്പ് ആണ്, ഹോളോ ആണ്. അത് മാത്രമല്ല 280 മുതൽ 300 ഗ്രാമാണ് അപ്രോക്സിമേറ്റ്ലി വെയിറ്റ് വരിക. തൊറാസിക് ക്യാവിറ്റി ബിറ്റ്വീൻ ദ ലങ്സ് ആണ് പൊസിഷൻ ചെയ്യുന്നത്. ആൻഡ് തേർഡും ഫിഫ്ത്ത് റിബിന്റെ ഒക്കെ ഏകദേശം ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ടാണ് ഉള്ളത്. നമുക്കങ്ങനെ ഒരു ലെഫ്റ്റും അല്ല റൈറ്റും അല്ല, എന്നാൽ കൂടുതൽ ലെഫ്റ്റുമായിട്ട് ഒരു ചെറിയൊരു ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കേട്ടോ. അത് മാത്രമല്ല 12 സെന്റിമീറ്റർ ലോങ്ങും 9 സെന്റിമീറ്റർ വൈഡ് ബ്രോഡ് പോയിന്റും ആൻഡ് 6 സെന്റിമീറ്റർ തിക്കുമാണ്. ഇനി അതിനുശേഷം തന്നെ അതിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് സംഭവമൊന്നും അല്ല. അതായത് നമ്മൾ ഹാർട്ട് ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ എവിടെയൊക്കെ വരുമെന്ന് പറയുന്നതാണ്. സോ എക്സ്ട്രാ പോയിന്റ്സ് ആണെന്ന് വായിച്ചു പോവാം. ഇനി നമുക്ക് അറിയേണ്ടത് ഹാർട്ടിന്റെ വാൾസ് ആണ്. സോ വെറുതെ ഹാർട്ട് കുറച്ച് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മസ്കുലർ ടിഷ്യൂ കൊണ്ട് ചുമ്മാ കവർ ചെയ്തിരിക്കുന്നതല്ല. അവിടെ തന്നെ 3 ലെയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പെരികാർഡിയം. പെരികാർഡിയം എന്ന് വെച്ചാൽ നമ്മളെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഫൈബ്രസ് പെരികാർഡിയം ഉണ്ട്, ഔട്ടർ ലെയർ ആണ് കേട്ടോ. അപ്പോൾ ഔട്ടർ ലെയർ ആണ് അവിടെ നമ്മളെ ഹാർട്ടിനെ ആങ്കർ ചെയ്ത് നിർത്തുന്നതും അത് മാത്രമല്ല ഓവർ സ്ട്രെച്ചിങ് ഒഴിവാക്കുന്നതും ആരാണ്? ഈ ഫൈബ്രസ് പെരികാർഡിയമാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇത്രയും സിവിയർ ആയിട്ടുള്ള കൺട്രാക്ഷൻ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഓവർ സ്ട്രെച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. ആൻഡ് സെറസ് പെരികാർഡിയം ഉണ്ട്. അത് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. അവിടെ തന്നെ പെരിറ്റൽ ലെയർ, അതായത് ഔട്ടർ വിസർ ലെയർ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഡബിൾ ലെയർ മെംബ്രെയിൻ ആണ്. അല്ലെങ്കിൽ ഈ സെറസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പെരിറ്റൽ ലെയർ, ഔട്ടർ ലെയറും ആൻഡ് വിസർ ലെയർ എന്ന് വെച്ചാൽ ഇന്നർ ലെയറുമാണ്. ഓൾസോ നോൺ ആസ് എപ്പികാർഡിയം എന്നും അറിയാറുണ്ട്. ആൻഡ് ദ പെരികാർഡിയൽ ക്യാവിറ്റി ബിറ്റ്വീൻ ദീസ് ലെയർ കണ്ടെയ്ൻ പെരികാർഡിയൽ ഫ്ലൂയിഡ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ഔട്ടർ ലെയർ ഓഫ് പെരികാർഡിയൽ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെറസ് പെരികാർഡിയൽ പറഞ്ഞു. ആൻഡ് ഔട്ടർ ലെയർ പെരിറ്റൽ ലെയർ ഉണ്ട്. ആൻഡ് അവിടെ ഇന്നർ തന്നെ വിസർ ലെയറും ഉണ്ട് അല്ലേ. അപ്പം ഈ പെരികാർഡിയൽ ക്യാവിറ്റിക്ക് അകത്ത് തന്നെ നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് നമുക്ക് എന്താ വെച്ചാൽ ഫ്രിക്ഷൻ ഒഴിവാക്കുവാണ് ചെയ്യുക. കാര്യം ഈ ഡബിൾ ലെയർ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ബന്ധം വരുന്ന സമയത്ത് ഈ എന്ത് സംഭവിക്കും, ഫ്രിക്ഷൻ ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് പറയേണ്ടത് മയോകാർഡിയം ആണ്. മിഡിൽ മസ്കുലർ ലെയർ ആണ്. അവിടെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽ ഉണ്ട്, കൺട്രാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുക. അപ്പോൾ പെരികാർഡിയം ആണെങ്കിൽ പ്രൊട്ടക്ഷൻ, P4 പ്രൊട്ടക്ഷൻ. മയോകാർഡിയം ആണെന്നുണ്ടെങ്കിൽ മയോകാർഡിയം, അതായത് കൺട്രാക്ഷൻ, മയോകാർഡിയേഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ എന്ന് പഠിക്കുക. ആൻഡ് അവിടെ അത് മാത്രമല്ല പമ്പിങ്ങിന് വേണ്ടിയുള്ള എഫിഷ്യൻസി ഒക്കെ കൂട്ടുന്ന അവിടെയാണ്. അവിടെ കൂടുതലായിട്ട് എന്താണ് ഫൈബേഴ്സ്, ഈച്ച് ഫൈബേഴ്സ് ഹാവ് എ ന്യൂക്ലിയസ് ആൻഡ് ബ്രാഞ്ചസ് ദാറ്റ് ക്ലോസ്ലി കോണ്ടാക്ട് അഡ്ജസൻറ്റ് സെല്ല്. ഓരോ സെല്ലിനടുത്തും ഇങ്ങനെ ഒരുപാടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ന്യൂക്ലിയസിന്റെ അളവ് കൂടുതലാണ്, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അവിടെ കണ്ടക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് കാര്യം. ഈ കൺട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഇമ്പൾസ് ഒക്കെ പ്രോപ്പറായിട്ട് എത്തേണ്ടതും കൺട്രാക്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ന്യൂറോണൽ ഇംബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂറോണൽ ബാലൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ഇല്ല, പ്രോപ്പറായിട്ട് കണ്ടക്ഷൻ എത്തുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇമ്പൾസ് കടന്നു പോയില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എൻഡോകാർഡിയം ആണ്. ഇന്നർമോസ്റ്റ് ലെയർ ആണ്. സോ ലൈൻസ് ദ ചേംബർ ആൻഡ് വാൽസ് ഓഫ് ദ ഹാർട്ട്. സോ എന്താണ്, ചേംബറിന്റെ അവിടെയാണ് ലൈൻ ചെയ്യുന്നത്. സ്മൂത്ത് ബ്ലഡ് ഫ്ലോ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. ആൻഡ് കണ്ടിന്യൂസ് വിത്ത് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ്. സോ ബ്ലഡ് വെസൽസുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടവ. സോ ഇത്രയേ ഉള്ളൂ. ഇനി ചേംബേഴ്സ് ഓഫ് ഹാർട്ട് പറയുവാണെങ്കിൽ നമുക്ക് മൊത്തം 4 ചേംബേഴ്സ് ഉണ്ട്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന രീതിയിലാണ്. സോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഹാർട്ടിന് 4 ചേംബേഴ്സ്, 2 ഏട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾ ആണ്, അപ്പറും ലോവറും ഈ പിക്ചറിൽ കാണുന്നത് പോലെ. സോ ദ കൊറോണറി will separate the atria from the ventricle. സോ ഈ ഒരു കൊറോണറി സൂക്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഏട്രിയനെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടാൽ മനസ്സിലാകും, നിങ്ങൾക്ക് കണ്ടോ ഈ നമുക്ക് 4 ഈ ചേംബേഴ്സും സെപ്പറേറ്റ് ആണ്, കണ്ടോ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. സോ ഏട്രിയ ആക്ട് ആസ് റിസീവർ ഓഫ് ചേംബർ. സോ ഏട്രിയ എന്ത് ചെയ്യുന്നു, ബ്ലഡ് റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ റൈറ്റ് ലെഫ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എന്താ, ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഏട്രിയ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹാവ് മസിലർ പൗച്ച് ഇൻ ആർട്ടിക്കിൾസ് ദാറ്റ് ഇൻക്രീസ് ദ കപ്പാസിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ സെപ്റ്റം സെപ്പറേറ്റ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ. സോ അവിടെ നമുക്ക് ഇൻഡോർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്, ഈ നടുക്ക് കാണുന്ന ഇൻഡർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഓറിക്കിൾസിനകത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു കപ്പാസിറ്റി കൂട്ടാനും അത്യാവശ്യം ബ്ലഡ് ഫ്ലോ നിർത്താനും ഒക്കെ ഉള്ള കഴിവ് ആർക്കുണ്ട്, ഈ റൈറ്റ് ഏട്രിയത്തിന് ഉണ്ട്. റൈറ്റ് ഏട്രിയ എന്നുള്ളത് കേസ് മാത്രമല്ല, എല്ലാത്തിനും ആ ഒരു ബ്ലഡ് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. സോ
ഇനിയാണ് നമ്മൾ റൈറ്റ് ഏട്രിയത്തിനെ പറ്റി പറയാൻ പോകുന്നത്. റൈറ്റ് ബോർഡർ ഓഫ് ദി ഹാർട്ട് ആണ്. ഡീ ഓക്സിജനേറ്റ് ബ്ലഡ് കൊണ്ടുവരുന്നത് റൈറ്റ് ഏട്രിയം ആണ്. അപ്പം ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്ന റൈറ്റ് ഏട്രിയം ആണ്. റിസീവ് ഡീ ഓക്സിജൻ ബ്ലഡ് ഫ്രം സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ ആൻഡ് കൊറോണറി സൈനസ്. സോ നമുക്ക് സുപ്പീരിയർ വീന കാവയിൽ നിന്നും ഇൻഫീരിയർ വീന കാവയിൽ നിന്നും കൊറോണറി സൈനസിന് എന്ത് ചെയ്യുന്നു, ഡീ ഓക്സിജനേറ്റ് ബ്ലഡ് കൊണ്ടുവരുന്നത് ഇവിടെയാണ്. അവിടെ ആന്റിയർ വാൾ റഫ് ആണ്, പോസ്റ്റീരിയർ വാൾ സ്മൂത്ത് ആണ്, ലാർജർ ദാൻ ലെഫ്റ്റ് ഏട്രിയം. അപ്പം എന്തൊക്കെയാ പറയാം, 4 ചേംബർ ഉണ്ട്. സോ ഏട്രിയനെയും വെൻട്രിക്കിൾസിനെയും കൊറോണറി സൂപ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഏട്രിയ റിസീവിംഗ് ചേംബർ ആണ്. അവിടെ നമുക്ക് മസ്കുലർ പൗച്ചസ് ഉണ്ട്, ഓറിക്കിൾസ് എന്നാണ് പറയുന്നത്. അത് കപ്പാസിറ്റി കൂട്ടുവാണ് ചെയ്യുക. ആൻഡ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്. അതാണ് റൈറ്റ് ഏട്രിയനെ ലെഫ്റ്റ് ഏട്രിയത്തിനെയും സെപ്പറേറ്റ് നിർത്തുന്നത്. ഇനി ലെഫ്റ്റ് ഏട്രിയം ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് ഏട്രിയം ആണെങ്കിൽ ഫ്രം ദ ബേസ് ഓഫ് ദ ഹാർട്ട് റിസീവ് ഓക്സിജൻ ബ്ലഡ് ഫ്രം ദി ലങ്സ് വിയ പൾമണറി വെയിൻ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഒരിടത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, അത് ഞാൻ ജസ്റ്റ് പറയുവാണ്, ഡി ഓക്സിജൻ ബ്ലഡ് ആണെങ്കിൽ അപ്പുറത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് നല്ലത്. അതായത് ലെഫ്റ്റ് ഭാഗത്ത് ലങ്സ് ഇരിപ്പുണ്ട്, അത് ആലോചിക്കുക. ലെഫ്റ്റ് ഭാഗത്ത് ലങ്സ് ഇരിപ്പുണ്ട്, അവിടെ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. ആൻഡ് ഇപ്പുറത്ത് നമുക്ക് ലങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടാവുന്നു എന്ന് ജസ്റ്റ് ഇന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓർത്ത് വെക്കാം കേട്ടോ. സോ ഇത്രയുമാണ് ഇതിന്റെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി വെൻട്രിക്കിൾസ് ആണെങ്കിൽ പമ്പിംഗ് ചേംബർ ആണ്. വെർട്ടിക്കിൾസ് കണ്ടല്ലോ, താഴെയാണുള്ളത്, നമുക്ക് പമ്പിംഗ് ചേംബർ ആണ്. റിസീവ് ബ്ലഡ് ഫ്രം ദ ഏട്രിയ. ഏട്രിയയിൽ നിന്ന് ബ്ലഡ് വാങ്ങുന്നത് ആരാണ്, നമ്മുടെ വെൻട്രിക്കിൾസ് ആണ് കേട്ടോ, താഴേക്ക് വാങ്ങുന്നതാണ് ചെയ്യുക. So separate by anterior intraventricular circles and posterior intraventricular circles. അവിടെ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സർക്കിൾസ് അവൈലബിൾ ആണ്. മേലെ ഉള്ളതുപോലെ തന്നെ താഴെ എന്തുണ്ട്, സർക്കിൾസ് ഉണ്ട്. കോർണറി സർക്കിൾസ് ഉള്ളതുപോലെ തന്നെ താഴെ എന്തുണ്ട്, സർക്കിൾസ് ഉണ്ട്. സെപ്പറേറ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുക, ഫ്രണ്ട് ബാക്ക് എന്ന രീതിയിൽ കേട്ടോ. ആൻഡ് സെപ്പറേറ്റ് ഇന്റേർണലി ബൈ ഇൻട്രാവെൻട്രിക്കുലർ സെപ്റ്റം. അതിനകത്തും ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. റൈറ്റ് വെൻട്രിക്കിൾസ് ആണെങ്കിൽ ഡി ഓക്സിജൻ ബ്ലഡ് വിയ ട്രൈകസ്പിഡ് വാൽവ്. റൈറ്റ് വെൻട്രിക്കിൾ എന്തെന്നു, ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇവിടെയും എന്താണ്, ഡി ഓക്സിജൻ ബ്ലഡ് ആണ്. അവിടെ ആലോചിച്ച് വെക്കുക കേട്ടോ. ആൻഡ് ഓൾസോ കൊഡേറ്റ് ടെൻഡിനേറ്റ്സ് കണക്ട് ദ ട്രൈകസ്പിഡ് വാൽവ് ടു ദ പാൽപ്പറി മസിൽസ്. സോ ഇവിടെ കൊഡേറ്റ് ടെൻഡിനേറ്റ്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രൈകസ്പിഡ് വാൽവിനെ ടു പാൽപ്പറി മസിൽസിനെ കണക്ട് ചെയ്ത് നിർത്തുവാണ്. ബ്ലഡ് എക്സിസ് ത്രൂ ദി പൾമറി വാൽവ് ഇൻ ടു പൾമറി ട്രങ്ക് വിച്ച് ഡിവൈഡ് ഇൻ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൾമറി ആർട്ടറി. സോ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഈ ഒരു പൾമറി വാൽവിൽ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് പൾമറി ട്രങ്കിലേക്ക് പോവുകയും അങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റ് പൾമറി ആർട്ടറിയിലേക്കും ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടാവുക. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡ് തന്നെയാണ് എടുക്കുന്നത്. സോ അത് മാത്രമല്ല, ബ്ലഡ് എക്സസ് ടു അയോട്ടിക് വാൽവ് ഇൻ ടു അസെൻഡിങ് അയോട്ട. ഫ്രം ദി അയോട്ട സം ബ്ലഡ് ഗോസ് ടു കൊറോണറി ആർട്ടറി. അവിടെ കുറച്ച് കൊറോണറി ആർട്ടറിയിലേക്ക് പോകുന്നു. ആൻഡ് റെസ്റ്റ് ഫ്ലോ അയോട്ടിക് ആർക്ക് ആൻഡ് ഡിസെൻഡിങ് അയോട്ട. പിന്നെ അത് അയോട്ടിക് ആർക്കിലേക്കും ഡിസെൻഡിങ് അയോട്ടിലേക്കും പോവുകയാണ് ചെയ്യുക. ആൻഡ് കൊഡേറ്റ് ടെൻഡിനെ കണക്ട് ദ മിട്രിയൽ വാൽവ് ടു ദി പാപ്പിലറി മസിൽ. സോ കൊറോണറി ടെൻഡിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ മിട്രിയൽ വാൽവിനെ കണക്ട് ചെയ്ത് പിന്നെ പാപ്പിലറി മസിൽസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു, സോ റൈറ്റ് ഏട്രിയ ഡിയോക്സിനേറ്റ്, ലെഫ്റ്റ് ഏട്രിയ ഓക്സിജനേറ്റഡ് ആണ്. സോ ഓക്സിജൻ വെച്ചാൽ ലങ്സ് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്, പൾമണറി വെയിൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ആൻഡ് റൈറ്റ് ഏട്രിയ ആണെങ്കിൽ സൂപ്പർ വീന കാവ, ഇൻഫീരിയർ വീന കാവ, കോർണറി സൈനസ് എന്ന് വരികയാണ് ചെയ്യേണ്ടാവുക. ആൻഡ് വെൻട്രിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ ആന്റിയർ ഇന്റർ വെൻട്രിക്കുലർ സർക്കിൾസും പോസ്റ്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ സർക്കിൾസും ഉണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു, സെപ്പറേറ്റ് നിർത്തിയിട്ടുണ്ട്. ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഡി ഓക്സിജനേറ്റ് ബ്ലഡ് ആണ്, ഫ്രം ട്രൈകസ്പിഡ് വാൽവ് ആയിരിക്കും. ആൻഡ് കൊറോണറി ടെൻഡ് ഞാൻ പറഞ്ഞു, ട്രൈകസ്പിഡ് വാൽവ് ടു പാപ്പിലറി മസിൽസ് ആണ്. ആൻഡ് ബ്ലഡ് എക്സിറ്റ് ചെയ്യുന്ന പൾമണറി വാൽവ് ഇൻ ടു പൾമണറി ട്രങ്കിലേക്ക് ആയിരിക്കും. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ ബൈകസ്പിഡ് മിട്രൽ വാൽവ് ഉണ്ട്, അവിടെ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് എടുക്കുകയാണ് ചെയ്യേണ്ടാവുക. ആൻഡ് ബ്ലഡ് എക്സിറ്റ് ചെയ്യുന്നത് അയോട്ടിക് വാൽവ് ഇൻ ടു അസറ്റിക് അയോട്ടയാണ്. ആൻഡ് ഫ്രം ദ അയോട്ട ആണെന്നുണ്ടെങ്കിൽ കൊറോണറി ആർട്ടറിയിലേക്കും പിന്നെ അയോട്ടിക് ആർക്ക് ആൻഡ് ഡിസെൻഡിങ് അയോട്ടിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടാവുക. ഇനി ഹാർട്ട് വാൽവ് ആണ് പറയുന്നത്. വാൽവ് എൻഷുവർ അണ്ടർ ബ്ലഡ് ഫ്ലോ, അതായത് ബാക്ക് ഫ്ലോ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരിടത്ത് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ബ്ലഡ് പോകാൻ പാടില്ല. അതെന്ത് ചെയ്യണം, മുമ്പോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, ബാക്കിലേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് അയോട്ടിക് വാൽവ്സ് ഉണ്ട്, AV ഉണ്ട് കേട്ടോ, ബിറ്റ്വീൻ ആട്രി ആൻഡ് വെൻട്രിക്കിൾ. ഏട്രിയയ്ക്കും വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്നതാണ് ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ്. അവിടെ ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് സൈഡിലും ബൈകസ്പിഡ് വാൽവ് ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും. ആൻഡ് സെമി ലൂണർ വാൽവ്സ് ഉണ്ട്, ക്രസന്റ് ഷേപ്പ് ആയിരിക്കും, 3 കസ്പ് എന്നാ പറയാം കേട്ടോ. സോ ക്രസന്റ് ഷേപ്പ് ആണ്, ലൊക്കേറ്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആൻഡ് ആർട്ടറി. സോ വെൻട്രിക്കിൾസിന്റെയും ആർട്ടറിയുടെയും അവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെ തന്നെ പൾമണറി വാൽവ് ഉണ്ട്,
in the pulmonary trunk from the right ventricle, and aortic valve ഉണ്ട്, ascending aorta open when ventricular pressure exceed aortic pressure. So എപ്പോഴാണോ ventricular pressure കൂടുന്ന സമയത്ത് atrial pressure ഒക്കെ exceed ആവുമ്പോൾ അത് ഓപ്പൺ ആവുക, and close during ventricular relaxation to prevent back flow. അങ്ങനെ ബാക്ക് ഫ്ലോ ഒഴിവാക്കുകയാണ് ചെയ്യുക. സോ ഒന്നും കൂടെ പറയാം, ഹാർട്ട് വാൽവ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം അൺഡിറക്ഷണൽ ബ്ലഡ് ഫ്ലോ, അത് ഒരിക്കലും ബ്ലഡ് തിരിച്ച് കയറി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് അല്ലേ. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് ആണ്. അതെവിടെയാണ്? ഏട്രിയയുടെയും വെൻട്രിക്കിൾസിനും ഇടയിലാണ്. ഏട്രിയയുടെയും വെൻട്രിക്കിൾസിനും ഇടയിലാണുള്ളത്. അവിടെ തന്നെ ട്രൈകസ്പിഡും ഉണ്ട്, ബൈകസ്പിഡും ഉണ്ട്. ട്രൈകസ്പിഡ് ആണെങ്കിൽ ലെഫ്റ്റും, ട്രൈകസ്പിഡ് ആണെങ്കിൽ റൈറ്റും, ആൻഡ് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ബൈകസ്പിഡും ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ സെമി ലൂണാർ വാൽവ്. സെമി ലൂണാർ ചന്ദ്രൻ പകുതി ചന്ദ്രന്റെ ആണ്. സോ ക്രസന്റ് ഷേപ്പ് 3 കപ്സ് എന്നാ പറയുക. സോ എവിടെയാ ഉണ്ടാവുക? വെൻട്രിക്കിൾസിനും ആർട്ടറീസിന്റെയും ജംഗ്ഷനിലായിരിക്കും ഉണ്ടാവുക. അവിടെ തന്നെ പൾമണറി വാൽവ് ഉണ്ട്. പൾമണറി ട്രങ്ക് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ ആയിരിക്കും. അയോട്ടിക് വാൽവ് ആണെങ്കിൽ അസെൻഡിങ് അയോട്ടിലേക്ക് ഉണ്ടാവും. ഈ പേര് പോലെ തന്നെ പൾമണറി വാൽവ് ആണെങ്കിൽ പൾമണറി ട്രങ്കിലും, അയോട്ടിക് വാൽവ് ആണെങ്കിൽ അസെൻഡിങ് അയോട്ടിലായിരിക്കും. ആൻഡ് ഓപ്പൺ വെൻ വെൻട്രിക്കുലർ പ്രഷർ എക്സീഡ്സ്. എപ്പോഴാണോ വെൻട്രിക്കുലർ പ്രഷർ കൂടുക ആ സമയത്ത് ഓപ്പൺ ആവും. ക്ലോസ് ആവുന്നത് വെൻട്രിക്കുലർ റിലാക്സ് ആവുകയും അങ്ങനെ ബാക്ക് ഫ്ലോ ഒഴിവാക്കുകയും ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഒന്ന് വെൻട്രിക്കുലർ പ്രഷർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് ഓപ്പൺ ആവുകയും, ആൻഡ് വെൻട്രിക്കുലർ റിലാക്സേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി സർക്കുലർ പാത്വേ ആണ്. സിസ്റ്റമിക് സർക്കുലേഷൻ പാത്വേ ആണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ബോഡി, റൈറ്റ് ഏട്രിയം, അങ്ങനെയാണ് പോവുക കേട്ടോ. നമുക്ക് നോർമലി എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ, ബോഡി, റൈറ്റ് ഏട്രിയം. അവിടെ ഓക്സിജൻ ബ്ലഡ് ടിഷ്യൂലേക്ക് പോവുകയാണ്, അയോട്ട വഴി പോവുമായിരിക്കും ചെയ്യേണ്ടാവുക. ആൻഡ് ഡീ ഓക്സിജൻ ബ്ലഡ് തിരിച്ച് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവയിലേക്ക് വരും. നമ്മളിവിടെ ഓൾറെഡി പഠിച്ചു കണ്ടോ. ഇവിടെ ഏട്രിയത്തിലേക്ക് ഡി ഓക്സിജൻ ബ്ലഡ് എവിടെ നിന്ന് വരുന്നത്? സൂപ്പർ വീന കാവ, ഇൻഫീരിയർ വീന കാവ എന്ന് പഠിച്ചു. അതുകൊണ്ട് നമ്മൾ അവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പൾമണറി സർക്കുലേഷൻ ആണെങ്കിലോ റൈറ്റ് വെൻട്രിക്കിൾ, ലങ്സ്, ലെഫ്റ്റ് ഏട്രിയം ആണ്. ഡി ഓക്സിജൻ ബ്ലഡ് ടു ദ ലങ്സ് വിയ പൾമണറി ആർട്ടറി, റിട്ടേൺ ഓക്സിജൻ ബൈ ദി പൾമണറി വെയിൻ. ആർട്ടറി വഴി ഡി ഓക്സിജനേറ്റഡ് പോവും, ആൻഡ് വെയിൻ വഴി ഓക്സിജനേറ്റ് പോവും. ഇതും എളുപ്പമാണ്. ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ച പിന്നെ എളുപ്പമാണ്. ഇനി കൊറോണറി സർക്കുലേഷൻ ആണെങ്കിൽ എന്താണ്, ഹാർട്ടിലേക്ക് തന്നെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണ്. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആണെങ്കിൽ ലെഫ്റ്റ് ഏട്രിയം വെൻട്രിക്കിളും, റൈറ്റ് ആണെങ്കിലോ റൈറ്റ് ഏട്രിയം വെൻട്രിക്കിൾ. ആൻഡ് കാപ്പിലറി ഡെലിവേഴ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ കളക്ട് വേസ്റ്റ്. കാപ്പിലറി എന്ത് ചെയ്യുന്നു? ഓക്സിജൻ എടുക്കുന്നു, ന്യൂട്രിയൻ എടുക്കുന്നു, ആൻഡ് വേസ്റ്റും എടുക്കുകയാണ് ചെയ്യേണ്ടാവുക. ഇനി കൊറോണറി വെയിൻ ആണെങ്കിൽ ഗ്രേറ്റ്, മിഡിൽ, സ്മോള്, ആൻറ്റീരിയർ ഉണ്ട്. കൊറോണറി സൈനസ് റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ഇത് ജസ്റ്റ് എങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ ബ്ലഡ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ചാർട്ടാണ്. സോ ഇത് അങ്ങനെ തന്നെ പഠിക്കാതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുക. വെറുതെ ഇങ്ങനെ വാരിക്കോരി പഠിക്കാൻ നിൽക്കാണ്ട് ഇങ്ങനെ പഠിക്കാം. ഇനി നമ്മൾ നോക്കുന്ന ഹാർട്ടിന്റെ ഫിസിയോളജി ആണ്. സോ ഓട്ടോ റിതമിക് ഫൈബേഴ്സ്. സോ എന്താണ് ഓട്ടോ റിതമിക് ഫൈബേഴ്സ്? സോ സ്പെഷ്യലൈസ്ഡ് സെൽഫ് എക്സൈറ്റബിൾ കാർഡിയാക് മസിൽ ഫൈബേഴ്സ് ആണ്. സ്വന്തമായിട്ട് അതിനെ എക്സൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ജനറൽ ആക്ഷൻ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ന്യൂറൽ ഇമ്പൾസ്. അത് നമുക്കൊരു ഇമ്പൾസ് നമ്മൾ കൊടുക്കാതെ തന്നെ സ്വന്തമായിട്ട് അതങ്ങനെ ലബ്ഡബ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ പേസ് മേക്കറായിട്ടും ഒരു കണ്ടക്റ്റീവ് സിസ്റ്റം, ഒരു പ്രോപ്പറായിട്ട് ഇമ്പൾസ് കടന്നു പോയിട്ട് അതിൻ്റെ ആവശ്യമായ രീതിയിൽ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ബ്ലഡ് കടത്തി വിടുകയൊക്കെ ചെയ്യുവാണ് ചെയ്യണ്ടാവുക. സോ കണ്ടക്ഷൻ സിസ്റ്റം കമ്പൗണ്ട് എന്ന് പറയുമ്പം അവിടെ എസ് എ നോഡ് ഉണ്ട്. എസ് എ നോഡ് എവിടെ ഉണ്ടാവുക? ഇൻ ദ റൈറ്റ് ഏട്രിയം. അവിടെയാണ് ഇമ്പൾസ് ഉണ്ടാക്കുന്നത്. സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ ട്രിഗർ ഏട്രിയൽ കൺട്രാക്ഷൻ. അവിടെ ഡീപോളറൈസേഷൻ ഉണ്ടാവുകയും അങ്ങനെ ഏട്രിയൽ കൺട്രാക്ട് ആവുന്നത്. അതാണ് എസ് എ നോഡ്. സൈനോ ഏട്രിയൽ. സൈനോ ഏട്രിയമ്മ ഏട്രിയാണ് കൺട്രാക്ട് ചെയ്യുന്നത്. ഇനി ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്, എ വി നോഡാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എവിടെയാണ് ഉണ്ടാവുക? ഇന്റർ റേഷ്യൽ സ്പെക്ട്രം. അത് ഇന്റർ റേഷ്യൽ സെപ്റ്റത്തിലാണ് ഉണ്ടാവുക എന്ത് എ വി നോഡ് ഉണ്ടാവുക. സോ ഡിലേ സിഗ്നൽ ടു അലോ ഏട്രിയ ടു എംപ്ലിഫൈ ഇൻ ടു വെൻട്രിക്കിൾസ്. ഡിലേ സിഗ്നൽസ് അതായത് ഒരു അപ്രോക്സിമേറ്റ് ഒരു 0.1 സെക്കൻഡ്സ് ആണ് ടു അലോ ഏട്രിയ ടു എം ടി. അത് ഏട്രിയ എം ടി ചെയ്ത് വെൻട്രിക്കിൾസിലേക്ക് പോകാൻ വേണ്ടി ആക്ട് ചെയ്യാണ് ആര്? ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ആക്ട് എസ് എ ബാക്കപ്പ് പേസ് മേക്കർ. അതായത് എസ് ഐ നോഡ് ഫെയിൽ ആവുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എ വി നോഡ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ഏട്രിയയിൽ നിന്ന് എംറ്റിഫൈ ഇൻറ്റു വെൻട്രിക്കിൾസ്. കണ്ടോ, ഏട്രിയ ടു എംറ്റിഫൈ ഇൻറ്റു വെൻട്രിക്കിൾ. ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് എംറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എ വി നോഡ്. ഇവിടെയാണെങ്കിലോ ഏട്രിയൽ കൺട്രാക്ഷൻ ആണ്. ആൻഡ് ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിലാണ്, അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹീസ് എന്ന് പറയും. സോ കണ്ടക്ട് ഇമ്പൾസ് ഫ്രം എ വി നോഡ് ടു ബണ്ടിൽ ബ്രാഞ്ചസ്. സോ അവിടെ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആണ് എക്സ്റ്റെൻഡ് ത്രൂ ദി ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. അവിടെ ഇൻട്രാ വെൻട്രിക്കുലർ സെപ്റ്റത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ്
Purkinje fibers ആണ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വെൻട്രിക്കിൾസ് ഫ്രം ദ അപ്പെക്സ് അപ്വേർഡ്. അതായത് പിന്നെ വെൻട്രിക്കിൾസ് നിന്ന് അപ്പെക്സിലേക്ക് ഈ സ്പ്രെഡ് ചെയ്ത് ഇമ്പൾസ് പോവുകയാണ് ചെയ്യുക ആൻഡ് ഇനിഷ്യേറ്റ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ എല്ലാം കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റിമുലേഷൻസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടാവുക. പാത്വേ പറയുവാണെങ്കിൽ SA നോഡ്, AB നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആൻഡ് Purkinje ഫൈബേഴ്സ്. ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ പോകുന്നത്. ഇങ്ങനെ തന്നെ പഠിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ കൺട്രാക്റ്റൽ ഫൈബേഴ്സ് ആണ്. സോ റാപ്പിഡ് ഡീപോളറേഷൻ അത് നടക്കുന്നു ആൻഡ് പാർഷ്യൽ റീപോളറേഷൻ പിന്നെ നടക്കുന്നു ആൻഡ് പ്ലേറ്റോ ഫേസ് ആൻഡ് റീപോളറൈസേഷൻ. സോ റാപ്പിഡ് ഡീപോളറൈസേഷനിൽ റിസൾട്ടിങ് പൊട്ടൻഷ്യൽ 90 millivolt -90 millivolt ഉണ്ടാവുകയും അവിടെ സോഡിയം ഇൻഫ്ലുക്സ് ഉണ്ടാവുകയും ആൻഡ് വിയ വോൾട്ടേജ് ഗേറ്റ് സോഡിയം ചാനൽ വഴിയാണല്ലോ സോഡിയം ഇൻഫ്ലുക്സ് ഉണ്ടാവുക അല്ലേ. ആൻഡ് പൊട്ടൻഷ്യൽ റൈസ് ടു +30 MV. സോ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -90 millivolt. വെറുതെ ഹാർട്ട് ഇരിക്കുവാണെന്ന് വെച്ചോളൂ. ആ സമയത്ത് -90 millivolt പിന്നെ സോഡിയം ഇൻഫ്ലുക്സ് വോൾട്ടേജ് ഗേറ്റ് സോഡിയം ചാനൽ, അതായത് നമുക്ക് സോഡിയം ചാനൽ വഴി സോഡിയം ഇൻഫ്ലുക്സ് ഉണ്ടാവുകയും അങ്ങനെ ഇത് +30 millivolt ആയിട്ട് മാറുകയാണ് ചെയ്യുക. അതാണ് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഡീപോളറൈസേഷൻ. ഇനി പാർഷ്യൽ റീപോളറൈസേഷൻ ആണ്. സോഡിയം ചാനൽ ഇനാക്ടിവേറ്റ് ആവുകയും പൊട്ടാസ്യം ഔട്ട്ഫ്ലോ ആവുകയും കാൽഷ്യം ഇൻഫ്ലോ ആവുകയും ചെയ്യുന്നു. പൊട്ടാഷ്യം പുറത്തു പോകുന്നു, കാൽഷ്യം അകത്തേക്ക് വരുന്നു. അങ്ങനെ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അപ്രോക്സിമേറ്റ് 0 millivolt ആവുകയും. അടുത്ത പ്ലാറ്റ്യൂ ഫേസ് ആണ്. കാൽഷ്യം ഇൻഫ്ലുക്സ് ബാലൻസ്, പൊട്ടാസ്യം എഫ്ലുക്സ്. സോ കാൽഷ്യം ബാക്കിയുള്ള ഉണ്ടെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ആവുകയും പൊട്ടാസ്യം എഫ്ലുക്സ് ആവുകയും അങ്ങനെ ഡീപോളറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി റീപോളറൈസേഷൻ ആണ്. കാൽഷ്യം ചാനൽ ക്ലോസ് ആവുകയും പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ആവുകയും റിസ്റ്റോർ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. സോ പിന്നെ റിസ്റ്റോർ ചെയ്യുകയും ആൻഡ് മയോസൈറ്റ് റിലാക്സ് ആവുകയും ചെയ്യുന്നു. പിന്നെ വീണ്ടും തിരിച്ച് സർക്കിൾ ആവുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ പോയിന്റ് പഠിക്കുക, ഓരോന്നിൽ എന്താ നടക്കുന്നത് പഠിക്കുക. സോ ഇവിടെ സോഡിയം പൊട്ടാഷ്യം ക്ലോറിൻ, ഇവിടെ കാൽഷ്യം ക്ലോറിൻ കാൽഷ്യം പൊട്ടാഷ്യം ആൻഡ് ഇവിടെ കാൽഷ്യം ആൻഡ് പൊട്ടാഷ്യം. ഇതാണ് കേട്ടോ, ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ഇനി റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എങ്ങനെയാണ് ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്? സോ റെഗുലേറ്റ് ബൈ കാർഡിയോവാസ്കുലർ സെന്റർ, CV സെന്റർ ആണ് ഉള്ളത്, മെഡുല്ല ഒബ്ലാങ്കറ്റയിലാണ്. സോ ഹാർട്ട് ബ്രെയിൻ സെന്റർ, അതായത് സെറിബ്രൽ കോർട്ടെക്സ്, ഹൈപ്പോതലാമസ്, ലിംഫാറ്റിക് സിസ്റ്റം ഒക്കെയാണ് നമ്മുടെ ഒരു എന്താണ് ഹാർട്ട് ബ്രെയിൻ സെന്റേഴ്സ് പറയാം. സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്, പ്രോപ്യോസെപ്റ്റേഴ്സ്, ബാരോസെപ്റ്റേഴ്സ്, കീമോറിസെപ്റ്റേഴ്സ്. ഇതൊക്കെ സെൻസറി റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ വേണമെങ്കിൽ നാളെ ചോദിക്കാം, അതായത് റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റിന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സെൻസറി റിസപ്റ്റേഴ്സ് ആരൊക്കെയാണ്, ഹാർട്ട് ബ്രെയിൻ സെന്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആണ്. സെറിബ്രൽ കോർട്ടെക്സ്, ഹൈപ്പോതലാമസ്, ലിംഫിക് സിസ്റ്റം ആൻഡ് സെൻസറി ആണെങ്കിൽ ബാരോസെപ്റ്റേഴ്സ് ആൻഡ് കീമോ റിസപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പാരാസിമ്പത്തറ്റിക് റെഗുലേഷൻ. എങ്ങനെയാണ് പാരാസിമ്പത്തറ്റിക് റെഗുലേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. വിയ വാഗസ് നെർവ്, CNX, അതായത് വാഗസ് നെർവ് വഴിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡിക്രീസ് ഹാർട്ട് റേറ്റ് ബൈ റെഡ്യൂസിങ് SA ആൻഡ് AB നോഡ് ഫയറിംഗ്. സോ ഇവിടെ SA നോഡും AB നോഡിനും നമുക്കൊരു എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രോപ്പർ പോയിന്റ് ഉണ്ടാവണം. അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ് സംഭവിക്കുന്നു റാപ്പിഡ് ഫയറിംഗ് ഉണ്ടാവുകയും അത് നമുക്ക് നോർമലി ഉണ്ടാവുന്ന കാർഡിയക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ അവിടെ ഹാർട്ടിൽ നിന്ന് പോകുന്ന ബ്ലഡിന്റെ അളവൊക്കെ മേ ബി കൂടാം കുറയാം അല്ലെങ്കിൽ മാറിക്കൊണ്ടേക്ക് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ SA നോഡിന് AB നോഡിന്റെ ഫയറിംഗ് കുറയ്ക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് മിനിമൽ എഫക്റ്റ്, വെൻട്രിക്കിൾസിൽ മിനിമൽ എഫക്റ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് നോക്കുന്നത് പാരാസിമ്പത്തറ്റിക് റെഗുലേഷൻ ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ANS ആണെന്ന് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് മെയിൻ ആയിട്ട് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു. പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ നമ്മൾ കുറച്ച് ആ ഒരു റെഗുലേഷൻ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇനി സിമ്പത്തറ്റിക് റെഗുലേഷൻ പറയുവാണെങ്കിൽ ഫ്രം CV സെന്റർ വിയ സ്പൈനൽ കോഡ് കാർഡിയാക് ആക്സിലറേറ്റ് നെർവ്സിലേക്കാണ് പോകുന്നത്. ഇനി റിലീസ് നോറെപ്പിനെഫ്രിൻ. SA നോഡും AB നോഡും ഇൻക്രീസ് ആക്ഷൻ പൊട്ടൻഷ്യൽ, ഫാസ്റ്റർ ഹാർട്ട് റേറ്റ്. SA നോഡുണ്ട്, AB നോഡുണ്ട്. അപ്പോൾ SA വർക്കില്ലെങ്കിൽ AB വർക്ക് ചെയ്യുമല്ലോ, അപ്പോഴത്തേക്കും ആക്ഷൻ പൊട്ടൻഷ്യൽ കൂടുകയും അങ്ങനെ ഫാസ്റ്റർ ഹാർട്ട് റേറ്റ് ഉണ്ടാകുന്നു. ഇനി മയോകാർഡിയത്തിലാണെങ്കിൽ കാൽഷ്യം എൻട്രി കൂടുകയും സ്ട്രോങ്ങർ കൺട്രാക്ഷൻ ആൻഡ് ഗ്രേറ്റർ സ്ട്രോക്ക് വോളിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ സിമ്പത്തറ്റിക് റെഗുലേഷനിൽ കാർഡിയാക് ആക്സിലറേറ്റഡ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യുകയും നോറെപ്പിനെഫ്രിനെ റിലീസ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്ത് വേ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പാത്ത് വേയിലൂടെയാണ് നോറെപ്പിനെഫ്രിൻ ഉണ്ടാകുന്നത്. സോ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സോ CV ആക്ടിവേറ്റ് ചെയ്യുന്നു, സ്പൈനൽ കോഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് കാർഡിയാക് ആക്സിലറേറ്റഡ് നെർവിൽ വന്ന് നിൽക്കുവാണ് ചെയ്യേണ്ടാവുക. അവിടെ നിന്ന് നോറെപ്പിനെഫ്രിൻ റിലീസ് ആവുന്നു. അത് കാരണം എന്ത് ചെയ്യുന്നു, SA-AB നോഡും മയോകാർഡിയത്തിലേക്കും ആക്ട് ചെയ്യുന്നു. SA-AB നോഡാണെങ്കിൽ ഹാർട്ട് റേറ്റ് കൂട്ടുന്നു, മയോകാർഡിയം ആണെങ്കിൽ എൻഹാൻസ് കൺട്രാക്ഷൻ, ഗ്രേറ്റർ സ്ട്രോക്ക് വോളിയം കേട്ടോ. സോ ഈ നോറെപ്പിനെഫ്രിൻ റിലീസ് ആവാനുള്ള മേജർ കാരണം തന്നെ എന്താണ്,
ഈ ഒരു SI നോഡിനെയും AV നോഡിനെയും അല്ലെങ്കിൽ മയോകാർഡിയത്തിനെയും എന്ത് ചെയ്യുക, അവരെ കാൽഷ്യത്തിനും അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യലും കൂട്ടാൻ വേണ്ടിയിട്ടും ഹാർട്ട് റേറ്റ് കൂട്ടി സ്ട്രോക്ക് വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് എന്നുള്ളത് മറന്നു പോകരുത്. റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ്. സോ നമുക്ക് ഓൾറെഡി പറഞ്ഞു ആരാണ് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇൻപുട്ട് ടു കാർഡിയോവാസ്കുലർ സെന്റർ ഫ്രം ഹയർ ബ്രെയിൻ സെന്റർ, സെറിബ്രൽ കോർട്ടക്സ്, ലിംഫിക് സിസ്റ്റം, ഹൈപ്പോതലാമസ് ഒക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഹൈ എൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സെൻസർ റിസപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ പിയോസെപ്റ്റേഴ്സ് മോണിറ്റർ മൂവ്മെന്റ് നോക്കുകയും, കീമോ റിസപ്റ്റേഴ്സ് കെമിക്കൽ ചേഞ്ചസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ നോക്കുകയും, ബാരോസെപ്റ്റേഴ്സ് ബ്ലഡ് പ്രഷർ നോക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി ഔട്ട്പുട്ട് ഫ്രം ദി കാർഡിയോവാസ്കുലർ സെന്റർ, ഔട്ട്പുട്ട് എങ്ങനെയാണ്? വിയ സിമ്പത്തറ്റിക് നെർവ്സ് ആണ്. സോ എന്താണ്? ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡീപോളറൈസേഷൻ ഇൻ SI ആൻഡ് AV നോഡ്. SI നോഡും AV നോഡിന് ഡീപോളറൈസേഷൻ കൂട്ടുകയും ഹാർട്ട് റേറ്റ് കൂട്ടുകയും കൺട്രാക്ടിലിറ്റി കൂട്ടുകയും സ്ട്രോക്ക് വോളിയം കൂട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു, അറിയാം. ഇനി പാരസിമ്പത്തറ്റിക് ആണെങ്കിലോ അവിടെയും നമ്മൾ ഓൾറെഡി പഠിച്ചു. കാർഡിയക് സൈക്കിൾ പറയാം. ഇനി കാർഡിയക് സൈക്കിൾ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിക്കവാറൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, കുറേയൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന കാര്യമാണ്. സോ കാർഡിയക് സൈക്കിൾ ഒരു സീരീസ് ഓഫ് ഇവന്റ് ആണ്. നമ്മുടെ ഹാർട്ട് ഒരു ബീറ്റ് അടിക്കുന്ന സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അവിടെ കൺട്രാക്ഷനും റിലാക്സും നടക്കും, സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കും. നമ്മൾ എങ്ങനെ പറയാം, BP ഒക്കെ നമ്മൾ സിസ്റ്റോളും ഡയസ്റ്റോളും പറയുമല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെയും. സോ കൺട്രാക്ഷനും റിലാക്സേഷനും. നോർമൽ അഡൾട്ടിന്റെ ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചാൽ 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഈച്ച് കാർഡിയാക് സൈക്കിൾ 0.8 സെക്കൻഡ് ലാസ്റ്റ് ചെയ്യും. സോ ഏട്രിയ കൺട്രാക്ട് ആൻഡ് വെൻട്രിക്കിൾ റിലാക്സ് ആൻഡ് വൈസ് വെർസ. ഇപ്പൊ ഏട്രിയ കൺട്രാക്ട് ആകുമ്പോഴത്തേക്കും വെൻട്രിക്കിളിൽ നിന്ന് റിലാക്സ് ആവുന്നു. ഇങ്ങനെ മാറി തിരിഞ്ഞും മാറിക്കൊണ്ടേ ഇരിക്കുവാണ് ചെയ്യുക. ഇനി ഏട്രിയൽ സിസ്റ്റോൾ ആണെങ്കിൽ 0.1 സെക്കൻഡ് ആണ്. അവിടെ SI നോഡ് ഡീപോളറേഷൻ നടക്കുകയും അങ്ങനെ ഏട്രിയൽ കൺട്രാക്ഷൻ നടക്കുകയാണ് ചെയ്യുക. സോ സീൻ ആസ് ദ P വേവ് ഓൺ ECG. നമ്മുടെ ECGയിലെ P വേവ് ഇല്ലേ, ആ P വേവ് കാണുന്നത് ഈ ഒരു ഏട്രിയൽ സിസ്റ്റോൾ ആണ്. ആ ഒരു എന്താണ് SI നോഡിന്റെ ഡീപോളറേഷൻ കാണുന്നത് P വേവ് ആണ്. സോ ബ്ലഡ് ഈസ് ഫോഴ്സ്ഡ് ഇൻ വെൻട്രിക്കിൾ ത്രൂ AV വാൽവ്. AV വാൽവിലേക്ക് ബ്ലഡ് ഫോഴ്സ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ആൻഡ് ഏട്രിയൽ സിസ്റ്റോൾ ഏകദേശം ഒരു 525 ml ടു ഓൾറെഡി പ്രസന്റ് 105 ml ഇൻ ഈച്ച് വെൻട്രിക്കിൾ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു വെൻട്രിക്കിളിന് സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു 105 ml ഉണ്ട്. അതിലേക്ക് 25 ml എക്സ്ട്രാ പുഷ് ചെയ്യുന്നവരാണ് ഈ ഏട്രിയൽ സിസ്റ്റോൾ ആണെന്നുള്ളതാണ്. ആൻഡ് എൻഡ് ഓഫ് ദി ഏട്രിയൽ സിസ്റ്റോൾ, എൻഡ് ഓഫ് ദി വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. സോ ഏട്രിയൽ സിസ്റ്റോൾ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും വെൻട്രിക്കുലർ ഡയസ്റ്റോൾ എൻഡ് ആവും. അങ്ങനെയാണല്ലോ, ഒരു സർക്കിളല്ലേ പോകുന്നത്. And total volume in ventricular at the end of diastole will be 130 ml. So total volume of ventricle എന്തായിരിക്കും at the end 130 ml ആയിരിക്കും. So QRX complex in ECG makes the start of the ventricular depolarization. ആ ഒരു QRX ഇല്ലേ, ആ ഒരു QRX കോംപ്ലക്സ് ആണ് ECG നമുക്ക് എന്ത് ചെയ്യുന്നത്, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ECGയിൽ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. സോ സിമ്പിൾ ആണ്, ഒന്നുമില്ല. അതിനുള്ള മേജർ പോയിന്റ്സ് മാത്രം നോക്കി പോവുക. 25 ml 105 ml. ഏട്രിയൽ സിസ്റ്റോൾ എൻഡ് ചെയ്യുന്നു, എൻഡ് ഓഫ് ദി വെൻട്രിക്കുലർ സിസ്റ്റോൾ ആയിരിക്കും. ആൻഡ് ടോട്ടൽ വോളിയം ഓഫ് വെൻട്രിക്കുലർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡയസ്റ്റോൾ 130 ml. ലാസ്റ്റ് 130 ml പോവുകയാണ് ചെയ്യുക. ആലോചിക്കുക, എൻഡ് ഓഫ് ദി ഏട്രിയൽ സിസ്റ്റോൾ ആണെങ്കിൽ എൻഡ് ഓഫ് ദ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആയിരിക്കും. ഒരെണ്ണം എൻഡ് ചെയ്യുമ്പോൾ അടുത്തും എൻഡ് ചെയ്യണമല്ലോ, കാരണം പ്രോപ്പർ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ആൻഡ് വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണെങ്കിൽ ഡ്യൂറേഷൻ 0.3 സെക്കൻഡ് ആണ്. ഏട്രിയൽ റിലാക്സ് ആവുന്നു, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുകയാണ് ചെയ്യുക. ഡീപോളറൈസേഷനും കൺട്രാക്ഷനും അവിടെ പ്രഷർ റൈസ് ആവുകയും AV വാൽവ് ക്ലോസ് ആവുകയും ചെയ്യുന്നു. 0.5 സെക്കൻഡ് ആണ് AV ആൻഡ് SL വാൽവ് ക്ലോസ്ഡ്. ഐസോവോളിമെട്രിക് കൺട്രാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. ലെഫ്റ്റ് വെൻട്രിക്കിൾ എക്സീഡ് 80 mmHg ആൻഡ് റൈറ്റ് ആണെങ്കിൽ 20 mmHg ആയിരിക്കും. ഇതൊക്കെ കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല കേട്ടോ. So when pressure exceed the aorta and pulmonary trunk, SL valve open. So pressure exceed ആയി നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ SL valve ഓപ്പൺ ആവുകയും വെൻട്രിക്കിൾ റിജക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് ഇത് വീണ്ടും റിപ്പീറ്റ് വെച്ചാൽ നമുക്ക് ആ ഒരു 0.0 സെക്കൻഡ്സ് പഠിക്കാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കൂടെ അതിങ്ങനെ കയറ്റുവാണ്, എന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. സോ പ്രഷർ റൈസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ 120 mmHgയും റൈറ്റ് വെൻട്രിക്കിളിൽ 25 to 30 mmHg ആയിരിക്കും. എജക്ഷൻ വോളിയം ആണെങ്കിൽ അപ്രോക്സിമേറ്റ് 70 ml ആയിരിക്കും. ഓരോ വെൻട്രിക്കിൾസും എജക്ട് ചെയ്യും. 60 ml ആണെന്നുണ്ടെങ്കിൽ 60 ml റിമെയിൻ ചെയ്യും. 70 ml എജക്ട് ചെയ്യും. ഓരോ അയോട്ടിക് വാൽവിലേക്കും എത്രയാണ് 70 ml എജക്ട് ചെയ്യുകയും അവിടെ ബാക്കി 60 ml അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. ആൻഡ് എൻഡ് സിസ്റ്റോളിക് വോളിയം. സോ സ്ട്രോക്ക് വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? EGV മൈനസ് ESV. സോ 130 മൈനസ് 60 ആണെങ്കിൽ 70 ml. അപ്പം 70 ml ആണ് ഇവിടെ സ്ട്രോക്ക് വോളിയം. സോ T വേവ് ഓൺ ECG മാർക്ക് ബീയിങ് ഓൺ ദി വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. സോ ഇവിടെ കാണുന്ന T വേവ് ആണ് എന്ത്, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ECGയിൽ കാണാം. ഇത് പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടപ്പോൾ ECG ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേസ് ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ്, അവിടെ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് റിലാക്സേഷൻ പീരീഡ് ആണ്
നമുക്ക് ഏകദേശം 0.4 സെക്കൻഡ് മാത്രമാണ് നമുക്ക് റിലാക്സേഷൻ ഉള്ളത്. സോ ബോത്ത് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസും ആ സമയത്ത് റിലാക്സ് ആവുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഹാർട്ട് റേറ്റ് കൂടുകയും റിലാക്സേഷൻ പീരീഡ് ഷോർട്ടർ ആണ്. അതായത് ഹാർട്ട് റേറ്റ് ഇങ്ങനെ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് റിലാക്സേഷൻ പീരീഡ് ഷോർട്ടറായി വരുവാണ് ചെയ്യുക. ആൻഡ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ വെൻട്രിക്കുലർ ഡയസ്റ്റോൾസിലേക്ക് ലീഡ് ചെയ്യുന്നു. പ്രഷർ ഡ്രോപ്പ് ഇൻ വെൻട്രിക്കിൾസ്, ബാക്ക് ഫ്ലോ ബ്ലഡ്. സോ വെൻട്രിക്കിൾസിൽ പ്രഷർ ഡ്രോപ്പ് ആയാൽ ദാറ്റ് മീൻസ് എന്താണ്, ബ്ലഡ് നിൽക്കുന്നില്ല, ബ്ലഡ് തിരിച്ചു കയറി പോവുകയാണ്. സോ SA വാൽവ് ക്ലോസ് ആവും ആ സമയത്ത് കേട്ടോ. സോ ബ്രീഫ് ഇന്റർവൽ വെൻ ഓൾ ദ 4 വാൽവ് ആർ ക്ലോസ്ഡ്. 4 വാൽവും ക്ലോസ് ആകുമ്പോഴത്തേക്ക് ഒരു ബ്രീഫ് ഇന്റർവൽ ഉണ്ട്. നമ്മൾ അതിനെയാണ് ഐസോവോളിമെട്രിക് റിലാക്സേഷൻ എന്ന് പറയാം. സോ ഐസോവോളിമെട്രിക് റിലാക്സേഷൻ എന്താണ് അർത്ഥം? അതായത് ബ്രീഫ് ഇന്റർവൽ വെൻ 4 വാൽവ് ക്ലോസ്ഡ്. ഒരു 4 വാൽവും ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ബ്രീഫ് ഇന്റർവൽ ഉണ്ടാവും എന്നുള്ളതാണ്. സോ അറ്റ് പ്രഷർ കണ്ടിന്യൂസ് ടു ഫാൾ, AV വാൽവ് ഓപ്പൺ. സോ പ്രഷർ നമുക്ക് താഴേക്ക് വരുവാണെങ്കിൽ AV വാൽവ് ഓപ്പൺ ആവുകയും വെൻട്രിക്കുലർ ഫില്ലിംഗ് തുടങ്ങുകയും ചെയ്യും. അവിടെയാണ് പി വേവ് നമുക്ക് കാണാൻ പറ്റുക. ECGയിൽ പുതിയ കാർഡിയക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് P വേവ് കാണാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളതാണ്. ഇനി കാർഡിയക് ഔട്ട്പുട്ട് ആണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്രത്തോളം വോളിയമാണ് പുറത്തേക്ക് എജക്ട് ആവുന്നത്. പുറത്തേക്ക് വെച്ചാൽ ദ വോളിയം ഓഫ് ബ്ലഡ് എജക്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വെൻട്രിക്കിൾ ഇൻ ടു അയോട്ട ഓർ പൾമണറി ട്രങ്ക് ഈച്ച് മിനിറ്റ്. ഓരോ മിനിറ്റിലും എത്രത്തോളം ml ഓഫ് ബ്ലഡ് എജക്ട് ചെയ്യുന്നുള്ളതാണ്. സോ നമുക്ക് ഓൾറെഡി കാർഡിയക് ഔട്ട്പുട്ട് ആണെങ്കിൽ സ്ട്രോക്ക് വോളിയം SV ഇൻറ്റു ഹാർട്ട് റേറ്റ് HR ആണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇങ്ങനെ നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് എടുക്കുക. സോ ടിപ്പിക്കലി അഡൾട്ടിലൊക്കെ 70 ml പെർ ബീറ്റ്സിലായിരിക്കും ഉണ്ടാവുക ആൻഡ് 75 ബീറ്റ്സ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ 70 ഇൻറ്റു 75 ആണ്. അപ്പം 5250 ml പെർ മിനിറ്റ് ആണ്. ദാറ്റ് മീൻസ് 5.25 ലിറ്റർ പെർ മിനിറ്റ് ആണ് കേട്ടോ. സോ X ഇൻക്രീസ് SV, HR ആൻഡ് CO. സോ ദിസ് ഇസ് ദ ക്ലോസ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് 5 ലിറ്റർ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5 ലിറ്റർ അനുസരിച്ച് നമ്മൾ ബ്ലഡ് ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്കുള്ളത് റെഗുലേഷൻ ഓഫ് സ്ട്രോക്ക് വോളിയം ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഒന്ന് പ്രീലോഡ് ആണ്. നമ്മുടെ ഹാർട്ട് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നു. സ്ട്രെച്ചിങ് മീൻസ് മോർ ഫില്ലിംഗ് ഡ്യൂറിംഗ് ഡയസ്റ്റോൾ ലീഡ് ടു സ്ട്രോങ്ങർ കൺട്രാക്ഷൻ ഡ്യൂറിംഗ് സിസ്റ്റോൾ. അതായത് കൂടുതലായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയസ്റ്റോൾ സമയത്ത് കൂടുതൽ ബ്ലഡ് ഫില്ല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ങർ കൺട്രാക്ഷൻ ഉണ്ടാവുന്നു. ലൈക്ക് സിസ്റ്റോൾ സമയത്ത് സ്ട്രോങ്ങർ കൺട്രാക്ഷൻ. പ്രീലോഡ് ഈസ് ദി പ്രൊപ്പോർഷണൽ ടു എൻ ഡയസ്റ്റോളിക് വോളിയം. സോ പ്രീലോഡ് ആണ് എന്ത്, പ്രൊപ്പോർഷണൽ. സോ പ്രീലോഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി EDV എന്ന് നമുക്ക് പറയാം. സോ EDV നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? വെൻട്രിക്കുലർ ഡയസ്റ്റോൾ വെച്ച് ഡിറ്റർമൈൻ ചെയ്യാം. വീനസ് റിട്ടേൺ ഒക്കെ വെച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. കോൺട്രാക്ടിലിറ്റി നമുക്കറിയാം, ഇൻക്രീസ് ബൈ പോസിറ്റീവ് ഇനോട്രോപ്പിക് ഏജന്റ്, എപ്പിനെഫ്രിൻ ഒക്കെ. ഡിക്രീസ് ആവുകയാണെങ്കിൽ ഈനോട്രോപ്പിക് ഏജന്റ്സ് ആണ്, അസിഡോസിസ് അനസ്തെറ്റിക്സ് കാരണം കുറയാം. ആഫ്റ്റർ ലോഡ് ആണ്. ഇത് നമ്മൾ പ്രഷർ ദാറ്റ് മസ്റ്റ് ബി എക്സിറ്റ് ബിഫോർ എജക്ഷൻ ഓഫ് ബ്ലഡ് ഫ്രം ദി വെൻട്രിക്കിൾ. സോ വെൻട്രിക്കിൾസിന് ബിഫോർ എജക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ പ്രഷർ എങ്ങനെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്. അതായത് വെൻട്രിക്കുലർ പ്രഷർ എക്സിറ്റ് അയോട്ടിക് പ്രഷർ, സെമി ലൂമർ വാൽവ്സ് ഓപ്പൺ. സോ വെൻട്രിക്കുലർ പ്രഷർ കൂടുമ്പോൾ, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ അയോട്ടിക് പ്രഷർ കൂടി കഴിയുമ്പോൾ സെമി ലൂണർ വാൽവ് ഓപ്പൺ ആവും. വെൻട്രിക്കുലർ എക്സിറ്റ്സ് അയോട്ടിക് പ്രഷർ, സെമി ലൂണർ വാൽവ് ഓപ്പൺ. ഓക്കെ, ഇൻക്രീസ് ആഫ്റ്റർ ലോഡ്, റെഡ്യൂസ് സ്ട്രോക്ക് വോളിയം. സോ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ, അതിറോസ്ക്ലോറസിലൊക്കെ ഈ ആഫ്റ്റർ ലോഡ് ഭയങ്കരമായിട്ട് കൂടുമായിരിക്കും ചെയ്യേണ്ടാവുക കേട്ടോ. ഇതൊരു പ്രശ്നമാണ്. സോ ജസ്റ്റ് ഇത് ഇത്രയൊന്നും പഠിക്കണ്ട, നിങ്ങൾ ആ ഒരു ബേസിക് പോയിന്റ്സ് മാത്രം പഠിച്ചു പോവുക. സോ ഇത് കാർഡിയക് ഔട്ട്പുട്ട്, സ്ട്രോക്ക് വോളിയം റെഗുലേഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ സ്ട്രോക്ക് വോളിയം ആണെങ്കിൽ ആഫ്റ്റർ ലോഡ്, കൺട്രാക്റ്റിൽ പ്രീലോഡ് ആണെങ്കിൽ എൻ വോളിയം ആണ് ആൻഡ് വീനസ് റിട്ടേൺ ആണ്. കൺട്രാക്റ്റിലിറ്റി ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ്. ആഫ്റ്റർ ലോഡ് ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അതിറോസ്ക്ലോറസ് ആയിരിക്കും നമുക്ക് എക്സാമ്പിൾ വരിക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹാർട്ട് സൗണ്ട് ആണ്. സോ എന്താണ് ഹാർട്ട് സൗണ്ട്? നമുക്ക് ഓൾറെഡി അറിയാം, ബ്ലഡ് ഇങ്ങനെ നമുക്ക് കടന്നു പോകുന്നു. അപ്പോൾ ലബ് ഡബ് ലബ് ഡബ്. സോ കാർഡിയക് സൈക്കിള് ബട്ട് ഓൺലി S1 ആൻഡ് S2 ആർ ഓഡിബിൾ. നമുക്ക് കാർഡിയക് സൈക്കിളിൽ S1 ഉം S2 മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. S3 S4 കേൾക്കാൻ പറ്റില്ല. അപ്പം നാല് കൈൻഡ് ഓഫ് കാർഡിയക് സൈക്കിൾ സൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. S1 ആണ് ലബ്, അവിടെ ക്ലോഷർ ഓഫ് AV വാൽവ് ഫോർ ബീയിങ് ദ വെൻട്രിക്കുലർ സിസ്റ്റോൾ. സോ AV വാൽവ് ക്ലോഷർ ആവുകയും ആൻഡ് ബിഗിനിങ് ഓഫ് ദി വെൻട്രിക്കുലർ സിസ്റ്റോൾ ആയിരിക്കും. S2 ആണെങ്കിൽ ഡബ് ആണ്, ക്ലോഷർ ഓഫ് SL വാൽവ് അറ്റ് ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. സോ എന്താണ്, അവിടെ SL വാൽവ് ക്ലോഷർ ആവുകയും ബിഗിനിങ് ഓഫ് ദി വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആയിരിക്കും. S3 ആണെങ്കിൽ ബ്ലഡ് ടർബുലൻസ് ആണ്, റാപ്പിഡ് വെൻട്രിക്കുലർ ഫില്ലിംഗ് കാരണം ഉണ്ടാവുന്ന ബ്ലഡ് ടർബുലൻസ് ആയിരിക്കും. S4 ആണെങ്കിൽ അയോട്ടിക് സിസ്റ്റോൾ കാരണം ഉണ്ടാവുന്ന ബ്ലഡ് ടർബുലൻസ് ആയിരിക്കുന്നതാണ്. അപ്പം S1 S2 കേൾക്കാം. അപ്പം മിക്കവാറും വൈബിലൊക്കെയാണ് ആൾക്കാർ തെറ്റിക്കുക, ഏത് ശബ്ദം വയ്ക്കുമ്പോൾ ലബ് ഡബ് മാത്രമേ പറയുള്ളൂ. അങ്ങനെയല്ല പറയുക. നമുക്ക് ടോട്ടലി 4 എണ്ണമാണ് ഉള്ളത്. S1 S2 S3 S4 വരെയുണ്ട്. പക്ഷേ S1 ഉം S2 മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. S3 ഉം S4 ഉം ബ്ലഡ് ടർബുലൻസ് ആണ്. വെൻട്രിക്കുലർ ഫില്ലിംഗ് സമയത്തും അയോട്ടിക് സിസ്റ്റോൾ സമയത്തും കിട്ടുന്ന എന്താണ്, ബ്ലഡ് ടർബുലൻസ് ആണ്. കാരണം നമുക്കത് കേൾക്കാനായിട്ട് ഒക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങളവിടെ പറയുക. ഇനി നമ്മൾ പറയാവുന്ന പൾസ് ആണ്.
സോ പൾസ് എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് എക്സ്പാൻഷൻ ആൻഡ് റീകോവറി ഓഫ് എലാസ്റ്റിക് ആർട്ടറി വിച്ച് ആർ വെൻട്രിക്കുലർ സിസ്റ്റോൾ ക്രിയേറ്റിംഗ് എ പ്രഷർ വേവ്. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്കൊരു പ്രഷർ വേവ് നമ്മുടെ ബോഡി ഉണ്ടാവുകയും ആ പ്രഷർ നമുക്ക് അറിയാൻ പറ്റുന്നു. ഓരോ വെൻട്രിക്കുലർ സിസ്റ്റോൾസിലും ഓരോ ഒരു പ്രഷർ വേവ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുക വിത്ത് എലാസ്റ്റിക് ആർട്ടറീസ്. സോ റീകോൾ ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു. സ്ട്രോങ്ങർ നിയർ ദ ഹാർട്ട്, ഡൈമെൻഷൻ ഇൻ atrials and disappears in the capillaries. So strongest near the heart, dimensions in atrials. So atrialsൽ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇപ്പം സ്ട്രോങ്ങർ ഹാർട്ട് ആണെങ്കിൽ അതിന് atrialsൽ കുറഞ്ഞു വരികയും ആൻഡ് കാപ്പിലറീസിൽ കാണില്ല, എന്താ പൾസ് കാണില്ല. ക്ലിനിക്കൽ ആസ്പെക്ട്സ് ഓഫ് പൾസ് പറയുവാണെങ്കിൽ പൾസിന്റെ റേറ്റ് ഈസ് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ആണ്. പൾസ് റേറ്റ് ഈസ് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് തന്നെയാണ് പറയുന്നത്. ഒരു കാര്യം ആലോചിക്കാൻ, നിങ്ങളുടെ കാപ്പിലറീസിൽ എന്തുണ്ടാവില്ല, നമുക്ക് പൾസ് അറിയാൻ പറ്റില്ല. ഏട്രിയൽസിൽ കുറഞ്ഞു വരും. എപ്പോഴാണ്? സ്ട്രോങ്ങസ്റ്റ് നിയർ ദ ഹാർട്ട്, അതായത് നമ്മുടെ ഹാർട്ടിന് അടുത്തോട്ട് വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഡിമെൻഷൻ ഇൻ ഏട്രിയോൾസിലേക്ക് കുറഞ്ഞു വരുന്നു ആൻഡ് ഡിസപ്പിയേഴ്സ് ഇൻ ദി കാപ്പിലറി. അതുകൊണ്ടാണ് സ്ട്രോങ്ങസ്റ്റ് നിയർ ദ ഹാർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഹാർട്ടിന് ഭയങ്കര സ്ട്രോങ് ഉണ്ടെന്നല്ല, അത് ഹാർട്ടിനോട് അടുത്തോട്ട് വരുന്ന അനുസരിച്ച് ഇത് കുറഞ്ഞു വരും എന്നുള്ളതാണ്. ആൻഡ് പൾസ് റേറ്റ് ഞാൻ പറഞ്ഞു ഹാർട്ട് റേറ്റ് തന്നെയാണ്. സോ റേറ്റ്, റിതം, വോളിയം ഒക്കെ നോക്കാം. സോ പൾസ് റേറ്റ് നോക്കുമ്പോൾ പൊസിഷൻ, ഏജ്, സെക്സ്, ഫിസിക്കൽ ആക്ടിവിറ്റി, കോമൺ പൾസ് പോയിന്റ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അറിയാനായിട്ട്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതിയായിരിക്കും. സോ അതൊക്കെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. സോ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ബ്ലഡ് പ്രഷർ എക്സേർട്ട് ബൈ ബ്ലഡ് ഓൺ ദി വെസൽ വാൾ. ഓരോ വെസൽ വാളിലും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. ഹയസ്റ്റ് ഇൻ ആർട്ടറീസ് ആൻഡ് ലോവർ ഇൻ വെയിൻ. വെയിനിൽ കുറവും ആർട്ടറീസിൽ കൂടുതലായിരിക്കും. സോ നോർമൽ BP 120/80 mmHg ആയിരിക്കും. സോ സിസ്റ്റോളിക് പ്രഷർ ആണെങ്കിൽ എന്താണ്? ഫോക്കസ് ഓൺ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. സിസ്റ്റോളിക് പ്രഷർ ആണെങ്കിൽ വെൻട്രിക്കുലർ കൺട്രാക്ഷനിലാണ് ഫോക്കസ് ചെയ്യുക. ഫോഴ്സ് ഓൺ ദി വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. ഡയസ്റ്റോൾ ആണെങ്കിൽ പെരിഫറൽ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ ബ്ലഡ് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കാർഡിയക് ഔട്ട്പുട്ട് ആണെങ്കിൽ CO = SV/HR ആണ്. സോ ഡയറ്റ്, പ്രഗ്നൻസി, സ്ട്രെസ്, ഏജ്, മെഡിക്കേഷൻസ് ഒക്കെ നമ്മുടെ BP യെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? സോ ഓക്സിലേറ്ററി മെത്തേഡ് ഉണ്ട്. സോ നമ്മൾ സ്ഫിഗ്നോമാനോമീറ്റർ വെച്ച് ഉപയോഗിക്കാം. കഫ് കെട്ടിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സൗണ്ട് ആണെങ്കിൽ സിസ്റ്റോളിക്കും, ഡയസ്റ്റോളിക് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് രണ്ടത് കേൾക്കുന്നതാണ് കേട്ടോ. ഡിസപ്പിയറൻസ് ഓഫ് സൗണ്ട് ആണെങ്കിൽ ഡയസ്റ്റോളിക് ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് പിന്നെ അത് കേൾക്കാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ BP ഒക്കെ ലാബിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മളിങ്ങനെ ടപ്പ് 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 അത് തുടങ്ങുന്നതനുസരിച്ച് സിസ്റ്റോളിക് എടുക്കും. എവിടെയാണോ തീരുന്നത് ഡയസ്റ്റോളിക് ആയിട്ട് എടുക്കുകയാണ് ചെയ്യാം. ആൻഡ് പാൽപിറ്റേറ്ററി മെത്തേഡ് ഉണ്ട്. സോ ഫീൽ റേഡിയൽ പൾസ്. നമ്മൾ റേഡിയൽ പൾസ് നോക്കിയതിന് ശേഷം കഫ് കെട്ടിയിട്ട് നമ്മൾ നോക്കുക എവിടെ വെച്ച് പൾസ് നിൽക്കുന്നു. ഇതേപോലെ തന്നെ മെഷീൻ വേണം നിർബന്ധമില്ല. മെഷീൻ വേണം, നമുക്ക് സ്റ്റെത്ത് വേണം എന്ന് വലിയ നിർബന്ധമില്ല. നമുക്ക് പൾസിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടിച്ചടിച്ച് നമുക്ക് പാൽപ്പിറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഫസ്റ്റും സെക്കൻഡും നമുക്ക് പൾസ് നോക്കി അറിയാൻ പറ്റും. ഇനി ഓക്സിലറി മെത്തേഡാണ്. ഫസ്റ്റ് ഓസിലേഷൻ സിസ്റ്റോളിക് പ്രഷറും മാക്സിമം ഓസിലേഷൻ ഡയസ്റ്റോളിക് പ്രഷറുമായിട്ട് നമുക്ക് BP അറിയാനായിട്ട് പറ്റും. സോ ന്യൂട്രൽ റെഗുലേഷൻ ഓഫ് BP. സോ കൺട്രോൾ ബൈ കാർഡിയോവാസ്കുലർ സെൻറ്റർ. സോ നമ്മളെ BP കൺട്രോൾ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആരാണ്? കാർഡിയോവാസ്കുലർ സെൻറ്റർ തന്നെയാണ്. ഹാർട്ട് റേറ്റും കൺട്രാക്ടിലിറ്റിയും വെസൽ ഡയമീറ്ററും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരുടെ? CV തന്നെയാണ്. സോ അവിടെയാണ് എപ്പിനെഫ്രിൻ ഓർ എപ്പിനെഫ്രിൻ. ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, കോൺട്രാക്ടിലിറ്റി ആൻഡ് വാസോ കൺസ്ട്രക്ഷൻ സ്കിൻ ഓർഗൻ, വാസോ ഡൈലേഷൻ ഇൻ ദി മസിൽ. ഇനി ആൻറ്റിഡയറക്റ്റിക് ഹോർമോൺ ADHും വാസോപ്രസിൻ ആണെന്നുണ്ടെങ്കിൽ കോസ് വാസോ കൺസ്ട്രക്ഷൻ, വാട്ടർ റീഅബ്സോർപ്ഷൻ. സോ വാസോ കൺസ്ട്രക്ഷനും വാട്ടർ റീഅബ്സോർപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ BP റൈസ് ചെയ്യുന്നു. സോ എവിടെ റിലീസ് വെച്ചാൽ പോസ്റ്റർ പിറ്റ്യൂട്ടറി ഇൻ റെസ്പോൺസ് ടു ഡീഹൈഡ്രേഷൻ. നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ADH ഹോർമോൺസുകൾ ഫോം ചെയ്യുകയും അങ്ങനെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ വാട്ടർ റീഅബ്സോർബ് ചെയ്യും, BP കൂടുകയും ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഏട്രിയൽ നാറ്റ്യൂററ്റിക് പെപ്റ്റൈഡ്സ്, ANP ആണ്. റിലീസ് ഫ്രം ദി ഏട്രിയ. ഏട്രിയിൽ നിന്ന് റിലീസ് ആവുകയും വാസോഡൈലേഷൻ ഉണ്ടാവുകയും സോഡിയം വാട്ടർ എക്സ്ക്രീഷൻ പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ BP കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്ററോൺ സിസ്റ്റം RAAS ആണ്. സോ ഇൻക്രീസ് ബ്ലഡ് വോളിയം, വാസോ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻക്രീസ് BP. സോ ഏതൊക്കെ പോയിന്റിൽ BP കൂട്ടുന്നു, ഏതൊക്കെ പോയിന്റിൽ BP കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബ്ലഡ് വെസൽസ് ആണെങ്കിൽ ഏട്രിയസ് ഉണ്ട്, ഏട്രിയോൾസ് ഉണ്ട്, കാപ്പിലറി ഉണ്ട്, വെന്യൂൾസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏട്രി ആണെങ്കിൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോവാണ് ചെയ്യുക. ഏട്രിയോൾസ് ചെറിയ ആർട്ടറീസ് ആണ്, ടിഷ്യൂലേക്ക് കൊണ്ടുപോകുന്നു. കാപ്പിലറീസ് ആണെങ്കിൽ ബ്ലഡ് ടിഷ്യൂലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. വെന്യൂൾസ് ആണെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുകയും കാപ്പിലറീസിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. വീനസ് ആണെങ്കിൽ ബ്ലഡ് ടു ഹാർട്ട്, റിട്ടേൺ ബ്ലഡ് ടു ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന വീനസ് ആണ്. അപ്പോൾ ആർട്ടറി ആണെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നു, വീനസ് തിരിച്ചു കൊണ്ടുവരുന്നു. ഏട്രിയോൾസ് ചെറിയ ആർട്ടറി. കാപ്പിലറീസ് ആണെങ്കിൽ എക്സ്ചേഞ്ച് നടത്തുന്നു. വെന്യൂൾസ് ആണെങ്കിൽ ബ്ലഡ് ഫ്രം ദി കാപ്പിലറീസ് ആയിരിക്കും. സോ സ്ട്രക്ചർ ഓഫ് ബ്ലഡ് വെസൽസ്, ട്യൂനിക്ക ഇൻറ്റേണ, ഇൻറ്റിമ എന്ന് പറയും. എൻഡോത്തീലിയം ആണ്, സ്മൂത്ത് ആണ്, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. ഇന്റേണൽ എലാസ്റ്റിക് ലാമിന ഉണ്ട്.
ഡിഫ്യൂഷൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ട്യൂണിക്ക മീഡിയ സ്മൂത്ത് മസിൽ എലാസ്റ്റിക് ഫൈബേഴ്സ് ആണ്. റെഗുലേറ്റ് വെസൽ ഡയമീറ്റർ. എക്സ്റ്റേണൽ എലാസ്റ്റിക് ലാമിന ആണ്. ബൗണ്ടറി ടു ദി എക്സ്റ്റേണ. ഇനി ട്യൂണിക്ക എക്സ്റ്റേണ കണക്റ്റീവ് ടിഷ്യൂ കൊളാജൻ എലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആങ്കർ വെസൽ സറൗണ്ടിങ് ടിഷ്യൂ, അടുത്തുള്ള ടിഷ്യൂസിനൊക്കെ ആങ്കർ ചെയ്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് കണ്ടൻ വാസ വസോറം, സ്മോൾ വെസൽ സപ്ലൈങ് വെസൽ വാൾസ്. സോ ചെറിയ ചെറിയ വെസൽസിനാണ് നമ്മൾ പറയാം കേട്ടോ വാസ വസോറം എന്ന്. അപ്പോൾ എന്തൊക്കെയാണ്? ട്യൂണിക്ക ഇന്റേണ, സോ ബേസിക് ആയിട്ട് എന്താണ്? എലാസ്റ്റിക് ലാമിന, ഇന്റേണൽ എലാസ്റ്റിക് ലാമിനയാണ്. ട്യൂണിക്ക മീഡിയ ആണെങ്കിൽ അവിടെയും എലാസ്റ്റിക് ലാമിന, എക്സ്റ്റേണൽ എലാസ്റ്റിക് ലാമിനയാണ്. ആ ഒരു പിന്നെ സപ്പോർട്ടിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ട്യൂണിക്ക എക്സ്റ്റേണയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് പഠിക്കണം കേട്ടോ. സോ ടൈപ്പ് ഓഫ് ആർട്ടീരിയ ആണ് എലാസ്റ്റിക് ആർട്ടീരിയ, മസ്കുലർ ആർട്ടീരിയ ഉണ്ട്. എലാസ്റ്റിക് ആണെങ്കിൽ ലാർജർ ആർട്ടീരിയ, മോർ എലാസ്റ്റിക് ഫൈബേഴ്സ് ആണ്, തിന്നർ വാൾസ് ആണ്. ഫംഗ്ഷൻ കണ്ടക്ട് ബ്ലഡ്. ഇനി മസ്കുലർ ആർട്ടറി ആണെങ്കിൽ മീഡിയം സൈസ് മോർ സ്മൂത്ത് മസിലാണ്, ലെസ് എലാസ്റ്റിക് ആണ്, വാസ്കുലർ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫംഗ്ഷൻസ് ആണെങ്കിൽ ബ്ലഡ് ഓർഗൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് അനസ്റ്റോംസ് ആണ്. യൂണിറ്റ് ബ്രാഞ്ച് ഓഫ് 2 or more anterior supply from the same body region is called anastomosis. അതായത് അതാണ് യൂണിയൻ ഓഫ് ബ്രാഞ്ചസ്, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബ്രാഞ്ചസുകൾ ഒരുമിച്ച് വരികയായിരിക്കും ചെയ്യുക. മോർ ആർട്ടറി സപ്ലൈങ് ദ സെയിം ബോഡി റീജിയൻ, ഏതെങ്കിലും ഒരു സെയിം ബോഡി റീജിയനിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന, അതായത് യൂണിഫോം ആയിട്ട് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക? അനസ്റ്റോമോസിസ് എന്ന് പറയുക. ഓൾട്ടർനേറ്റീവ് റൂട്ട് ഓഫ് ബ്ലഡ് ടു റീച്ച് ടിഷ്യൂ ഓർഗൻ, നമ്മൾ ടിഷ്യൂലേക്കും ഓർഗനൽസിലേക്കും ബ്ലഡ് എത്തിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സപ്പോർട്ടർ വേണമെങ്കിൽ പറയാം. സോ നമ്മളെ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടേംഡ് as കൊളാറ്ററൽ സർക്കുലേഷൻ. സോ കൊളാറ്ററൽ സർക്കുലേഷൻ പറയാറുണ്ട്. ആൻഡ് അനസ്റ്റോമ മേ ഒക്കേഴ്സ് ബിറ്റ്വീൻ വെയിൻസ്, വെന്യൂൾസ്, ആർട്ടറീസ്, എവിടെ വേണമെങ്കിലും ഉണ്ടാവാം എന്നുള്ളതാണ്. ആൻഡ് ഡു നോട്ട് അനസ്റ്റോംസ് ആർ കോൾഡ് എൻഡ് ഏട്രിയസ്. സോ ഏട്രിയ ദാറ്റ് ഡു നോട്ട് അനസ്റ്റോംസ്. സോ ഇതിനകത്ത് ഇപ്പോൾ ചില സമയത്ത് ചില ഏട്രിയസുകൾ അനസ്റ്റോംസ് ഉണ്ടാക്കില്ല. അത് നമ്മൾ എന്ത് പറയുക? എൻഡ് ഏട്രീസ് എന്നാണ് പറയുക. ഒബ്സ്ട്രക്ഷൻ ഓഫ് ആൻ എൻഡ് ഏട്രി ലീഡ്സ് ടു നെക്രോസിസ്. സോ എൻഡ് ഏട്രീസിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, തടസ്സം ഉണ്ടാവുന്നു, ഇതുപോലെ ബ്രാഞ്ചസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആ റീജിയനിലേക്ക് വേറൊരു ഓൾട്ടർനേറ്റീവായിട്ട് ബ്ലഡ് സപ്ലൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നെക്രോസ് ഉണ്ടാവുകയും ആ ടിഷ്യൂ ഡെഡ് ആവുകയും ചെയ്യുന്നു. സോ ഇത്രയേ ഉള്ളൂ ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സപ്ലൈങ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. സോ നെക്സ്റ്റ് പറയുന്നത് ഏട്രോൾസ് ആണ്. ഇത് നമുക്കൊരു സെക്കൻഡ് പാർട്ടിൽ പറയാം. ഇത്രയും ബിക്കോസ് ഇത്രയും നമ്മൾ ലോങ് ക്ലാസ് ആണ്, ഇത്ര നമ്മൾ കേട്ട് നോക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നു പറയുന്നത് നോക്കുക. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിനി ഹാർട്ട് ഡിസീസും ECGയും ആണ് നമുക്ക് നോക്കാനുള്ളത്, ബാക്കി നോക്കാറുണ്ട്. അപ്പോൾ അനസ്റ്റോമ വരെ നോക്കി വെക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.